പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. എന്നെ സൗഖ്യമാക്കും ക്ഷമായഹോവാ, എന്നും അവനുണ്ട്. യഹോവാ എന്നെ സൗഖ്യമാക്കും ക്ഷമായഹോവാ, എന്നും അവനുണ്ട്. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഞാൻ പരാജയപ്പെടത്തില്ല, ഞാൻ ലക്ഷ്യത്തിലെത്തും. എന്റെ പരിശ്രമങ്ങൾ വിജയമാകും, എന്റെ പരിശ്രമം വിജയമാകും, എന്റെ അധ്വാനം അനുഗ്രഹമാകും. വാ തുറന്ന് വിളിച്ചു പറ, എന്റെ അധ്വാനം അനുഗ്രഹമാകും. ഞാൻ പരാജയപ്പെടത്തില്ല. യേശുവിന്റെ നാമത്തിൽ എതിർ ചിന്തകൾ, പരാജയ ചിന്തകൾ, തോൽവിയുടെ ചിന്തകൾ, അപകട ചിന്തകൾ, അനർത്ഥത്തിന്റെ ചിന്തകൾ എന്നെ വിട്ടുമാറട്ടെ. കർത്താവ് എനിക്ക് വിജയം നൽകും, കർത്താവ് എനിക്ക് വിജയം നൽകും. എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്, എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്. ഞാൻ ലക്ഷ്യത്തിലെത്തും, ഞാൻ പരാജയപ്പെടത്തില്ല. വിളിച്ചു പറ, ഞാൻ പരാജയപ്പെടത്തില്ല. കരമുയർത്തി വിളിച്ചു പറഞ്ഞേ, ഞാൻ പരാജയപ്പെടത്തില്ല. ഞാൻ ലക്ഷ്യത്തിലെത്തും. ഞാനും എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഒരു 5 പ്രാവശ്യം വിളിച്ചു പറഞ്ഞേ, ഞാനും എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. 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 ആമേൻ. എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എന്റെ അടുക്കൽ വരുന്നില്ല. നിന്റെ കണ്ണുനീര് എന്തുമാവട്ടെ, സങ്കീർത്തനം 56:8 പറയുന്നു, നിന്റെ അലച്ചിലുകള് ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങള് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ അലച്ചില്, കഷ്ടപ്പാട്, കണ്ണുനീര്, ദുഃഖങ്ങള്, വേദനകള് കർത്താവിനറിയാം. നിന്റെ കണ്ണുനീരവൻ കുപ്പിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ നൊമ്പരങ്ങളും വേദനകളും കർത്താവിന്റെ പുസ്തകത്തിലുണ്ട്. അവനത് കണ്ടുകൊണ്ടായിരിക്കുന്നത്. 2018 ഒരുപക്ഷെ ജീവിതത്തിലെ തോൽവിയും കണ്ണുനീരും തകർച്ചകളും കടബാധ്യതകളും വേദനകളും നൊമ്പരങ്ങളൊക്കെ ധാരാളം ഏറ്റുവാങ്ങിയവരോടിരിപ്പുണ്ട്. കഴിഞ്ഞകാല മുറിവിലേക്കും നൊമ്പരങ്ങളിലേക്കും നമുക്ക് നോക്കിയിരിക്കണ്ട. 2018 2017 മുൻകാലങ്ങളിൽ ഉണ്ടായ തകർച്ചകള്, നൊമ്പരങ്ങളുടെ വേദനകൾ നമ്മൾ ചുമക്കണ്ട, ഒക്കെ നമുക്ക് വിട്ടുകളയാം. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ പരാജയത്തിന്റെ വേദനകൾ, തകർന്നുപോയതിന്റെ ദുഃഖങ്ങൾ, നഷ്ടങ്ങളുടെ കണക്കെടുത്ത് നീ ആകുലപ്പെടേണ്ട. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് തരുവാൻ എന്റെ യേശുവിന് പറ്റും. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അവൻ മഹത്വത്തിന്റെ രാജാവായിട്ട് ഇന്നും ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. കഴിഞ്ഞകാല തകർച്ചകള്,
നഷ്ടങ്ങള്, നൊമ്പരങ്ങള്, പരാജയങ്ങള്, വേദനിപ്പിക്കപ്പെട്ട അനുഭവങ്ങള്, തോൽവിയുടെ മുറിവുകള്, അതിലേക്ക് നോക്കി ഇരുന്ന് നിന്റെ ജീവിതത്തെ നീ നശിപ്പിക്കരുത്. പ്രത്യാശയോടുകൂടെ നീ ഭാവിയെ കാണുക. പ്രതീക്ഷയോടുകൂടി നീ ഭാവിയെ കാണുക. പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ നീ ചിന്തിക്കരുത്. ഞാൻ നിങ്ങളും വിശ്വസിക്കുന്നവരായിട്ട് മാറണം. വിശ്വാസത്താൽ എല്ലാം നേടിയെടുക്കുന്ന വ്യക്തികളായിട്ട് മാറണം. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അത് ഇരട്ടിയായിട്ട് തിരിച്ചു തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തനം 31:8. കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. കർത്താവാണ് നിനക്ക് മുൻപേ പോകുന്നത്. നീ ഭയപ്പെടേണ്ട, നീ പരിഭ്രമിക്കണ്ട. കർത്താവ് നിനക്ക് കാവലായിട്ട് ഉണ്ടാവും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 61:6, 6, 7 വചനങ്ങൾ. കർത്താവിന്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ അവകാശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചന പുസ്തകം എത്രാം അധ്യായമാണ് വായിച്ചത്? 61:6-7. ഈ വചനം മറന്നു പോകണ്ട. കർത്താവിന്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. ആ വചനം ഒന്ന് പറഞ്ഞേ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമ്മൾ പുരോഹിതന്മാരാണോ? അതെ. 1 പത്രോസ് 2:9. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആരാ? നിങ്ങൾ രാജകീയ പുരോഹിത ഗണം, റോയൽ പ്രീസ്റ്റ്, തിരഞ്ഞെടുക്കപ്പെട്ട വംശം. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. യു ആർ എ ചോസൺ പീപ്പിൾ. നിങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടവരാ. ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ സ്വന്തം ജനം, ദൈവത്തിന്റെ സ്വന്തം മക്കളാ നമ്മൾ. നമ്മളത്ര മോശക്കാരൊന്നുമില്ല. ദൈവത്തിന്റെ സ്വന്തം ജനമാ. നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാ, വിശുദ്ധ ജനതയാ, ഹോളി നേഷൻ. വിശുദ്ധ ജനതയാ. നമ്മളത്ര മോശക്കാരല്ല. നമ്മൾ വിശുദ്ധ ജനതയാ. ദൈവത്തിന്റെ പുരോഹിത വംശമാണ് നമ്മൾ. നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്. മാമോദീസ സ്വീകരിച്ച ഞാനും നിങ്ങളും പുരോഹിത വംശത്തിലായി. പുരോഹിതന്മാർക്ക് ശുശ്രൂഷ പൗരോഹിത്യമുണ്ട്. നമുക്കതിൽ നിന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളും പുരോഹിത വംശത്തിലെ അംഗങ്ങൾ തന്നെയാണ്. അതാണ് യെശയ്യായുടെ പുസ്തകത്തില് 61:6-7 വചനം അവിടെ പറയുന്നില്ലേ, കർത്താവിന്റെ പുരോഹിതർ എന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് ദൈവിക ശുശ്രൂഷയാ. ഹല്ലേലൂയ. എണ്ണീടുന്നു നിന്നലച്ചിലുകൾ ഞാൻ, കണ്ണീർ കണങ്ങളും ശേഖരിപ്പൂ. ആകുലം നീക്കി ആമോദമേകുവാൻ സാന്ത്വനവുമായി വന്നിടാം ഞാൻ. ആശ്വസിപ്പിക്കാം അമ്മയെപ്പോലെ, നെറ്റിയിലോ മന മുത്തം തരാം.